ഹലോ ഫ്രണ്ട്സ്, +1 മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഈ ഒരു വീഡിയോ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെറ്റ്സ് അഥവാ ഗണങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്ററിലെ 2 ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ 2 കൺസെപ്റ്റുകൾ പവർ സെറ്റ്സും യൂണിവേഴ്സൽ സെറ്റും ആണ്. ആദ്യത്തെ കൺസെപ്റ്റായ പവർ സെറ്റിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് കണ്ണോടിച്ച് നോക്കാം. പവർ സെറ്റ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് P(A) എന്നുള്ള ഒരു ഇംഗ്ലീഷ് അക്ഷരക്രമത്തിലാണ്. വേർ P എന്ന് പറയുന്നത് ക്യാപിറ്റൽ Pയിൽ എഴുതുകയും കേർലി ബ്രാക്കറ്റ് അല്ല, നമ്മുടെ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ ക്യാപിറ്റൽ A എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ പവർ സെറ്റായ Pനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ P ഇട്ടതിന് ശേഷം റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ A എഴുതിയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ പറയുന്നത് ഇഫ് P ഈസ് എ പവർ സെറ്റ് ഓഫ് A ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് P, നേരത്തെ പറഞ്ഞ പോലെ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ എയും എഴുതി P ഓഫ് A, ദെൻ P ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് A. എ എന്ന ഗണത്തിൻ്റെ, അതായത് അതിൻ്റെ അർത്ഥം പറയുന്നത് എ എന്ന ഗണത്തിൻ്റെ പവർ സെറ്റിനെ ക്യാപിറ്റൽ P ഓഫ് A എന്ന് സൂചിപ്പിക്കുന്നു. ആ എയുടെ എല്ലാ ഉപഗണങ്ങളുടെയും ശേഖരം ആയിരിക്കും P ഓഫ് A എന്ന് പറയുന്നത്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉദാഹരണവും കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഉദാഹരണമാണിത്. എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ 2 അക്കങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. ഉദാഹരണത്തിന് 2ഉം 3ഉമാണ് ആ അംഗങ്ങൾ. ദെൻ പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് 4 സെറ്റുകളുടെ ഒരു സൂപ്പർ സെറ്റായിരിക്കും. 4 സെറ്റുകളുടെ ഒരു സെറ്റാണ്. അതിൽ ഒന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് 5 അഥവാ നമ്മൾ നേരത്തെ പഠിച്ച നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ്, ശൂന്യഗണം. അത് ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റ് ആയിരിക്കും ശൂന്യഗണം എന്ന് പറയുന്നത്. ഒരു അംഗങ്ങളും ഇല്ലാത്ത ഒരു കേർലി ബ്രാക്കറ്റ് കൊണ്ട് മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന ഗ്രീക്ക് അക്ഷരം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ശൂന്യഗണം. രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞു 2, 3 എന്നുള്ള 2 അക്കങ്ങൾ ചേർത്തിട്ടാണ് ഈ ഒരു സെറ്റ് ഫോം ചെയ്തതെങ്കിൽ 2 മാത്രമുള്ള ഒരു സബ്സെറ്റ് വരും, 3 മാത്രമുള്ള ഒരു സബ്സെറ്റ് വരും. ഇനി അതേ സെറ്റ് ആ ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും സ്വാഭാവികമായും. സെറ്റിൻ്റെ കൺസെപ്റ്റിൽ നിങ്ങൾ സ്കൂളിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഈ 4 സെറ്റുകളുടെയും ഒരു കളക്ഷൻ ആയിരിക്കും ഈ പവർ സെറ്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇനി നമുക്ക് അടുത്തതായിട്ട് യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് നോക്കാം. A universal set is the set that contains all the elements under consideration in a particular context. ഒരു പർട്ടിക്കുലർ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഒരു പക്ഷേ ഉദാഹരണത്തിന് നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിൽ കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു സബ്സെറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ജനങ്ങളാണെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങളാണ് അതിലുള്ള യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പിന്നെ ഫർദർ കൺസിഡർ ചെയ്യാൻ പോകുന്നത് കേരളത്തിലുള്ള ജനങ്ങളെ പറ്റി മാത്രമായിരിക്കും. അപ്പോൾ അവിടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഈ ഉദാഹരണത്തിനനുസരിച്ച് ഇന്ത്യയിലുള്ള ജനങ്ങളാണ്. ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിഗണിക്കുന്ന എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഗണത്തിനെയാണ് സാർവത്രിക ഗണം അഥവാ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലുള്ള ക്യാപിറ്റൽ U ആണ് യൂണിവേഴ്സൽ സെറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ സെറ്റിൻ്റെ ഡെഫിനിഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ക്യാപിറ്റൽ A, B, C മുതലായ എല്ലാ അക്ഷരമാലകളും ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ യുവിനെ നമ്മൾ കഴിവതും ഒഴിവാക്കണം. യു മിക്കവാറും റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ മാത്രമായിരിക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, യൂണിവേഴ്സൽ സെറ്റ് ഈസ് എ സെറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ എലമെൻറ്റ്സ് അണ്ടർ കൺസിഡറേഷൻ ഇൻ എ പർട്ടിക്കുലർ കണ്ടെക്സ്റ്റ്. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത അംഗങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു സെറ്റായിട്ട് എഴുതുന്നതിനെ കൺസിഡർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ്, ഗണിതത്തിലുള്ള എല്ലാ നമ്പറുകളെയും നമ്മൾ പറയുന്നു. അവിടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉള്ള ആ ഒരു എല്ലാ നമ്പറുകളുടെയും കളക്ഷനാണ്. അതിനകത്ത് 2 നമ്പറുകൾ ആയിട്ടുള്ള 2ഉം 3ഉം മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ് നേരത്തെ ഞാൻ പവർ സെറ്റിൽ ഡെഫിനിഷൻ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള 2 കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അറിയിക്കുന്നു. എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റും ചെയ്യണമെന്ന് ഞാൻ അറിയിക്കുന്നു. താങ്ക് യു ഗൈസ്.